നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമെന്നും. ഇതിനകത്തിരിക്കുന്ന ആർക്കെങ്കിലും കർത്താവ് എനിക്കൊരു നന്മ ചെയ്തിട്ടില്ലെന്ന് പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ കർത്താവിനെ സ്തുതിക്കണ്ട കേട്ടോ. സ്തോത്രം. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പാൻ കഴിയത്തില്ലെന്ന സ്തോത്രം. ദൈവത്തിലെ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ചെയ്തതിൻ്റെ കണക്കൊന്നും സൂക്ഷിച്ചില്ലെങ്കിലും സ്തോത്രം, ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒറ്റ കാര്യം മതി കർത്താവിനെ സ്തുതിക്കാൻ. കരുണാസമ്പന്നനായ ദൈവം സ്തോത്രം, പാപികളും അധർമ്മികളും ദോഷികളും ഒക്കെ ആയിരുന്ന എന്നെയും നിങ്ങളെയും കൂടെ ക്രിസ്തുവിൽ സ്തോത്രം കണ്ടത് മാത്രമല്ല കേട്ടോ, അവകാശികളാക്കി തീർത്തത്. സ്തോത്രം. ഇവിടെ കാണുന്ന ഒരേക്കറും 3 BHK ഫ്ലാറ്റും ഒന്നുമല്ല കേട്ടോ. സ്തോത്രം. അവകാശത്തിന്റെ ആഴമറിയണമെങ്കിൽ കർത്താവ് ഉണ്ടാക്കിയതിൻ്റെ മുഴുവൻ സ്തോത്രം ആഴമറിയണം. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ചുറ്റും കാണുന്ന, ഭൂമിയിൽ കാണുന്ന വിഷയങ്ങളൊന്നുമല്ല കർത്താവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മനുഷ്യന് ഇതിനപ്പുറം, ഈ ഭൂമിക്കപ്പുറം എത്രമാത്രം അറിയാം. അപ്പുറത്തെ ഇപ്പുറത്തെയും ഗ്രഹങ്ങളെ കഴിഞ്ഞ് എന്തറിയാം. ഓ ഹല്ലേലൂയ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ, യൂണിവേഴ്സിനെ മുഴുവൻ സൃഷ്ടിച്ച കർത്താവ് പറഞ്ഞിരിക്കുക, എന്നെയും നിങ്ങളെയും കൂടെ അവകാശിയാക്കിയ നീ ലോകത്തിലുള്ളതിനല്ല സ്തോത്രം, അവൻ സൃഷ്ടിച്ചതിൻ്റെ മുഴുവൻ സ്തോത്രം നിത്യതയ്ക്കും കൂടെ. ഈ ലോകത്തിൽ കർത്താവ് ഒന്നും ചെയ്തില്ലെങ്കിലും, നിങ്ങൾക്കൊന്നും ഓർക്കുവാൻ കഴിയുന്നില്ലെങ്കിലും, ഈ ഒരൊറ്റ ചിന്ത മാത്രം മതി പ്രീതിയിലേക്ക് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാൻ. നിസാര പദവിയൊന്നുമല്ല എനിക്ക് നിങ്ങൾക്കും കിട്ടിയിരിക്കുന്നേ. ലോകത്തിൽ പലർക്കും അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതായി പോയപ്പോ എനിക്ക് നിങ്ങൾക്കും അത് മനസ്സിലാക്കാനുള്ള കഴിവ് നൽകി തന്നത് തന്നെയല്ലേ ഏറ്റവും വലിയ നമുക്ക് കിട്ടിയ നന്മയെന്ന് പറയുന്നേ. എന്തിന് സ്തോത്രം? അവൻ നമ്മളെ അനുദിനം വഴി നടത്തുന്നതോർത്താൽ പലതും സ്തോത്രം, പലതും എങ്ങനെ എത്തിപ്പിടിക്കുമെന്നറിയാതെ വിഷമിച്ച മേഖലകൾക്കകത്ത് ഒന്നും അറിയാതെ അതങ്ങ് നടന്നുപോയില്ലേ സ്തോത്രം. അതിനകത്തുണ്ടായ മുഖാന്തരങ്ങളെയൊക്കെ നമ്മൾ അറിഞ്ഞു പോലും ഉണ്ടാകില്ല. കർത്താവ് ഒരുക്കിയ മുഖാന്തരങ്ങളെ, കർത്താവ് സൂക്ഷിച്ച സൂക്ഷിപ്പിനെ നമ്മൾ അറിഞ്ഞു പോലും ഉണ്ടാകുകയില്ല. അപകടങ്ങൾ വന്നതിനെ നമ്മൾ അറിഞ്ഞു പോലും ഉണ്ടാകില്ല. അതിനു മുൻപേ ദൂതന്മാരെ വിട്ട് കാവൽ നിർത്തി നമ്മളെ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ ആ സ്നേഹമില്ലേ. ഇതൊക്കെ ചിന്തിച്ചാൽ മാത്രം പോരെ ദൈവസന്നിധിയിൽ എത്രമാത്രം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കാൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.
ദൈവം നടത്തിയ വഴികളെ ഓർത്ത് എത്രമാത്രം സ്തുതിക്കാൻ കഴിയുമോ. നമ്മുടെ ഒന്നും ജീവിതത്തിൽ സ്തോത്രം ഹല്ലേലൂയ എത്രമാത്രം പാടിയാലും സ്തുതിച്ചാലും മതിയാകാത്ത രീതിയിൽ ഹല്ലേലൂയ കർത്താവ് ഉപകാരങ്ങളെ ചെയ്തില്ലേ. സ്തോത്രം. ചേർന്ന് പാടിയാട്ടെ. ഹല്ലേലൂയ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ നീ രക്ഷിടുമ്പോൾ. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ നീ രക്ഷിടുമ്പോൾ. സ്തുതിക്കുവാനായി നാം പോരായേ, എങ്കിലും അവളോട് പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാം പോരായേ, എങ്കിലും അവളോട് പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ കരുതി നീ രക്ഷിടുമ്പോൾ. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതി നീ രക്ഷിടുമ്പോൾ. അങ്ങെപ്പോലൊരു രക്ഷകനേ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. ഓ അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ. ആയിരമായിരം വിശുദ്ധരുമായി കാന്തനാം കർത്താവ് വന്നിടുമേ. ആർത്തിയോടവനായി കാത്തിടാമേ. ആയിരമായിരം വിശുദ്ധരുമായി കാന്തനാം കർത്താവ്
സിയോൻ സഞ്ചാരികളെ ആനന്ദിപ്പിൻ, കാഹളധ്വനി കേട്ടിടാറായി, മേഘത്തിൽ നമ്മെയും ചേർത്തിടാറായി. നാസ്തികരായി പലരും തീർന്നിടുമ്പോൾ ക്രൂശിന്റെ വൈരികളായി ക്രൂശിൻ സാക്ഷ്യങ്ങളോടിനാവേ. നാസ്തികരായി പലരും നീങ്ങിടുമ്പോൾ ക്രൂശിന്റെ വൈരികളായി ക്രൂശിൻ സാക്ഷ്യങ്ങൾ ഓടിനാവേ. സിയോൻ സഞ്ചാരികളെ ആനന്ദിപ്പിൻ, കാഹളധ്വനി മേഘത്തിൽ മേഘത്തിൽ നമ്മെയും ചേർത്തിടാറായി. വാനഗോളങ്ങളെല്ലാം കീഴ്പ്പെടുത്താൻ മാനവനാകവെ വെന്തിടുമ്പോൾ വാനാധിവാനവൻ അധിവാസമേ. വാനഗോളങ്ങളെല്ലാം കീഴ്പ്പെടുത്താൻ മാനവനാകവെ വെന്തിടുമ്പോൾ വാനാധിവാനവൻ അധിവാസമേ. സിയോൻ സഞ്ചാരികളെ ആനന്ദിപ്പിൻ, കാഹളധ്വനി കേട്ടിടാറായി, മേഘത്തിൽ നമ്മെയും ചേർത്തിടാറായി. ജാതികൾ രാജ്യങ്ങൾ ഉണർന്നിടുന്നേ, യൂദത്തൻ രാഷ്ട്രം പുതുക്കിടുന്നേ. ആകയാൽ സഭയെ ഉണർന്നിടുക, ജാതികൾ രാജ്യങ്ങൾ ഉണർന്നിടുന്നേ, യൂദത്തൻ രാഷ്ട്രം പുതുക്കിടുന്നേ. ആകയാൽ സഭയെ ഉണർന്നിടുക. സിയോൻ സഞ്ചാരികളെ ആനന്ദിപ്പിൻ, കാഹളധ്വനി കേട്ടിടാറായി, മേഘത്തിൽ നമ്മെയും ചേർത്തിടാറായി, മേഘത്തിൽ നമ്മെയും. തേജസ്സിൻ പുത്രനെ കണ്ടിടുവാൻ സൃഷ്ടികളാകവെ ആരംഭിടുമ്പോൾ ആത്മാവിലും നാം ആരംഭിടാവേ. തേജസ്സിൻ പുത്രനെ കണ്ടിടുവാൻ സൃഷ്ടികളേകമായി ആരംഭിടുമ്പോൾ ആത്മാവിലും നാം ആരംഭിടാവേ. സിയോൻ സഞ്ചാരികളെ ആനന്ദിപ്പിൻ, കാഹളധ്വനി കേട്ടിടാറായി, മേഘത്തിൽ നമ്മെയും ചേർത്തിടാറായി. സിയോൻ സഞ്ചാരികളെ ആനന്ദിപ്പിൻ, കാഹളധ്വനി കേട്ടിടാറായി, മേഘത്തിൽ നമ്മെയും ചേർത്തിടാറായി. വാഗ്ദത്തമാക്കിയത് നിറവേറുന്നേ, സിയോനിൽ പാടി വേഗം തീർന്നിടുന്നേ. തേജസ്സിൻ കാന്തം വെളിപ്പെടുന്നേ, വാഗ്ദത്തമാക്കിയത് നിറവേറുന്നേ, സിയോനിൽ പാടി വേഗം തീർന്നിടുന്നേ. തേജസ്സിൻ കാന്തം വെളിപ്പെടുന്നേ. സിയോൻ സഞ്ചാരികളെ ആനന്ദിപ്പിൻ, മേഘത്തിൽ നമ്മെയും ചേർത്തിടാറായി, മേഘത്തിൽ നമ്മെയും. സിയോൻ സഞ്ചാരികളെ
ജാതികൾ രാജ്യങ്ങൾ ഉണർന്നിടുന്നേ, യൂദർ തൻ രാഷ്ട്രം പുതുക്കിടുന്നേ. ആകയാൽ സഭയെ നീ ഉണർന്നിടുക, ആകയാൽ സഭയെ നീ ഉണർന്നിടുക. നാസ്തികരായി പലരും തീർന്നിടുമ്പോൾ, ക്രൂശിന്റെ വൈരികളാകുമ്പോൾ, വചനമറിയാവുന്നവർ പോലും കർത്താവിൽ നിന്ന് അകന്നകന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ, സ്തോത്രം, പ്രിയദൈവ, ഇതിലെ എനിക്കും നിങ്ങൾക്കും ഒരുങ്ങാനുള്ള സമയമാണ്. കർത്താവ് തന്റെ സഭയെ ചേർക്കുവാനുള്ള സമയമായി. ലോക സംഭവങ്ങൾ മുഴുവൻ, അതിന്റെ ചുറ്റുവട്ടങ്ങൾ മുഴുവൻ അതിനെയൊക്കെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്സ്, സ്തോത്രം, വാനഗോളങ്ങൾ, ഈ പാട്ടിൽ പറയുന്ന പോലെ, ഈ ദേവദാസിന് എത്ര അർത്ഥമായിട്ട് അത് എഴുതിയിരിക്കുന്നത്, വാനഗോളങ്ങളെ കീഴ്പ്പെടുത്തുവാൻ, സ്തോത്രം, സ്പേസ് എക്സ് മുതലായ കാര്യങ്ങളെ ഒക്കെ ഹല്ലേലൂയ മനുഷ്യൻ നിർമ്മിച്ചു വെക്കുമ്പോൾ, ഇതിലെ ഇതൊക്കെ കാണുമ്പോൾ മണവാളന്റെ വരവേറ്റവും അടുത്തു എന്ന് വെച്ച് നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. സ്തോത്രം. നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ പരിശോധിച്ചാട്ടെ. കർത്താവിന്റെ കാഹളനാദം നമ്മുടെ ചെവിയിൽ കേൾക്കാതെ കൈവിടപ്പെട്ടു പോകുന്ന എന്തെങ്കിലുമൊക്കെ കർത്താവ് ഓർപ്പിക്കുന്നുണ്ടെങ്കിൽ, ഹൃദയത്തിലെ ഈ ലോകത്തിലുള്ളതിനേക്കാളൊക്കെ വളരെ പ്രാധാന്യമേറിയതാണ് നിത്യതയിലുള്ളത്. എനിക്ക് നിങ്ങൾക്കുമൊക്കെ ചിന്തിക്കുവാൻ കഴിയുന്നതിനപ്പുറമായി, സ്തോത്രം, നിത്യ സൗഭാഗ്യങ്ങൾ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന്, സ്തോത്രം, പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളുമെന്ന് പറഞ്ഞു പോയ കർത്താവ് പണിയുന്ന ഭവനം ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ലാത്തത് കൊണ്ടല്ലേ കർത്താവ് വരാത്തെ? ഒറ്റ വാക്ക് കൊണ്ട് ഈ പ്രപഞ്ചത്തെ, ഈ ഭൂമിയെ മുഴുവൻ സൃഷ്ടിച്ച് ഇതിലെ ചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച കർത്താവ് നാളുകൾ കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പണിയുന്ന ഭവനത്തിന്റെ ശ്രേഷ്ഠത, പ്രിയദൈവത്തിലെ സ്തോത്രം, മാനുഷിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എന്തെങ്കിലും മനസ്സിലാകുമോ? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഒരു മനുഷ്യൻ നല്ലൊരു, ഏറ്റവും നല്ലൊരു വീട് പണിതാലും എത്ര നാളുകൾ എടുക്കും? ഹല്ലേലൂയ. ഇത് മുഴുവൻ സൃഷ്ടിച്ച കർത്താവ് ഏറ്റവും ഉത്തമമായതാണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി സ്വർഗത്തിൽ കരുതുന്നത് എന്നുള്ള ചിന്തയോടെ വേണം ജീവിപ്പാൻ. ഒരു കാരണവശാലും അത് നഷ്ടപ്പെടുത്തുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലെന്നുള്ള ഉറപ്പോടെ വേണം ജീവിപ്പാൻ. സ്തോത്രം. സൃഷ്ടികളാകവെ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ പരിശുദ്ധാത്മാവെന്ന എണ്ണ, സ്തോത്രം, ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യത്തിനകത്ത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതൊന്നും നോക്കി ജീവിക്കരുതേ. സഭയ്ക്കകത്തും പുറത്തും നമുക്ക് മാതൃകയായി നിൽക്കാവുന്ന ഒരൊറ്റ വ്യക്തിയുള്ളൂ, ഇത് കർത്താവാ. സ്തോത്രം. കർത്താവിനെ പിൻപറ്റി ജീവിപ്പാൻ. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം ചുറ്റും നിൽക്കുന്നത് കൊണ്ട് പൗലോസ് പറയുക, സകല പാപവും, സകല ഭാരവും, മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ മാത്രം, ഒറ്റ ഒരാളെ മാത്രം നോക്കിയാൽ മതി. സ്തോത്രം. മറ്റാരെയും നോക്കി ഓടണ്ട. ഹല്ലേലൂയ. എല്ലാ കാലത്തും ആശ്രയം വെപ്പുവാൻ അവൻ നമ്മൾക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യവും ധൈര്യവും. സമയം തീർന്നു പോകുന്നില്ല. ഒരു പാട്ടും കൂടെ പാടി ഞാൻ അതിനെ വലിച്ചു നീട്ടുന്നില്ല. സ്തോത്രം.
ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ എനിക്ക് കഴിയുന്നതിൽ വളരെ സന്തോഷം. വളരെ യാദൃച്ഛികമായി സ്തോത്രം പ്രിയ അമ്മമ്മയെ പരിചയപ്പെടുവാനിടയായി. സ്തോത്രം. കാലാകാലങ്ങളായി വിളിച്ചു വേർതിരിച്ച പല ഭക്തന്മാർ അവിടെയും ഇവിടെയും ഒക്കെ സ്തോത്രം ഹല്ലേലൂയ ലോകത്തിൻ്റെ നാനാഭാഗത്തായിരിക്കുമ്പോൾ എവിടെയെങ്കിലും വെച്ച പിതാക്കന്മാരുള്ള പരിചയം പോലും പുതുക്കുവാൻ കർത്താവ് തരുന്ന ഹല്ലേലൂയ ആ അനുഭവങ്ങളുണ്ടല്ലോ. സ്തോത്രം. സ്വന്തം ചോരയെ കാണുന്നതിൽ സന്തോഷമാണ്. ഒരു ദൈവ പൈതലിനെ യഥാർത്ഥമായി ഒരു ദൈവ പൈതലിനെ കാണുക, അവരുമായിട്ടുള്ള ബന്ധം. കാര്യമെന്നറിയാമോ? നമ്മുടെയൊക്കെ ശരീരത്തിൽ കൂടെ ഓടുന്നത് ഒരൊറ്റ രക്തമാണ്. സ്തോത്രം. വീണ്ടെടുത്ത കർത്താവിൻ്റെ രക്തം. സ്തോത്രം. ശക്തമായി കർത്താവ് നിർത്തട്ടെ ദൈവകൃപയ്ക്കകത്ത്. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടുന്നവൻ, മാറ്റം ഭവിക്കാത്തവൻ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടും കാന്തൻ, മാറ്റം ഭവിക്കാത്തവൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ അല്ലലഖിലവും. പാട്ട് ഓർമ്മയിൽ വന്നത് കൊണ്ടങ്ങ് പാടിയതേയുള്ളൂ. സ്തോത്രം. അത് പാടി തീർക്കാനുള്ള സമയമില്ലല്ലോ. പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് ധൈര്യം തന്നിരിക്കുന്ന കർത്താവിനെ ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. ഏതൊക്കെ മനുഷ്യൻ മാറിപ്പോയാലും സ്തോത്രം, ആരൊക്കെ സഹായിക്കാമെന്ന് ഏറ്റവർ മാറി നിന്നാലും നിന്നെ മറക്കാത്ത ഒരു കർത്താവിനെ, നിന്നെ നന്നായി അറിയുന്ന ഒരു കർത്താവിനെ, ആ ഒരു കർത്താവിനെ ഞാനും നിങ്ങളും സേവിക്കുന്നുള്ള ധൈര്യമുണ്ടല്ലോ. ദൈവത്തിലെ പ്രാർത്ഥനാ വിഷയങ്ങൾ കേട്ടത് കൊണ്ട് പറയാം, ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ജീവിതാനുഭവങ്ങൾ കൂടി സഞ്ചരിക്കാമല്ലോ. സ്തോത്രം. ഉദാഹരണങ്ങളാണ്. നമ്മൾ ചില കാര്യങ്ങളെ പെട്ടെന്ന് നോക്കുമ്പോൾ കർത്താവ് എന്താ അങ്ങനെ ചെയ്തെന്നുള്ളൊരു ചിന്ത ഉണ്ടാകും. പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ചില വേദനകളിൽ കൂടി കടന്നുപോയത്, ചില പ്രയാസങ്ങളിൽ കൂടി കടന്നുപോയത്, ചില മേഖലകളിൽ കൂടി കടന്നുപോയത് കർത്താവ് എന്തിനാണ് ആ രീതിയിൽ നടത്തിയെന്നുള്ളതിൻ്റെ അറിവ് ആ നിമിഷം എനിക്കും നിങ്ങൾക്കും അറിയുന്നില്ലെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നന്നായി അറിയാൻ കഴിയും. കർത്താവ് വരച്ച പാതകളൊന്നും, സ്തോത്രം, കർത്താവ് നടത്തിക്കൊണ്ടുപോയ പാതകളൊന്നും ചുമ്മാതല്ലായിരുന്നെന്നും അതെന്നെയും നിങ്ങളെയും ഒക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ ഉപയോഗത്തിനായിട്ട് ആയിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് പ്രയാസങ്ങളാൽ, വേദനകളാൽ, പ്രാർത്ഥനാ വിഷയങ്ങളാലൊക്കെ ആയിരിക്കുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവ ഇതിലെ നിന്റെ പ്രാർത്ഥനയെ കർത്താവ് കേൾക്കാതിരുന്നിട്ടല്ല. സ്തോത്രം. വ്യത്യാസം ഞാനും നിങ്ങളും നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകുന്നതിനേക്കാൾ ഉപരിയായി നന്നായി നമ്മളെപ്പറ്റി ചിന്തിക്കുന്ന, തൻ്റെ മക്കളെപ്പറ്റി ചിന്തിക്കുന്ന ഒരു കർത്താവിനെ, ഒരു പിതാവിനെ ഞാനും നിങ്ങളും സേവിക്കുന്നത് കേട്ടോ. സ്തോത്രം. ആ പിതാവ് എനിക്ക് നിങ്ങൾക്കും ഒരിക്കലും ദോഷമായിട്ടുള്ളതൊന്നും ചെയ്യില്ല. തക്ക സമയത്ത് തക്ക സമയത്ത് തക്ക സമയത്ത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന്
നിന്റെ നാവ് കൊണ്ട് പറയത്തക്ക രീതിയിൽ ഹല്ലേലൂയ സ്തോത്രം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നിന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കത്തക്ക രീതിയിൽ കർത്താവ് മുഖാന്തരങ്ങളെ വഴികളെ ഹല്ലേലൂയ സിറ്റുവേഷൻസിനെ ചേഞ്ച് ചെയ്യും. ആ ഒരു പ്രാർത്ഥനയോട് കൂടെ ആയിരുന്നാട്ടെ. പിതാവേ, നൽകി തന്നിരിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം. ഈ മീറ്റിങ്ങിനായി സ്തോത്രം. ഇതിൽ പങ്കെടുക്കുന്നവർക്കായി, ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ ജോയ്സ് മാമയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പല പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെയും പരിഹാരം അങ്ങയുടെ സന്നിധിയിൽ ഉണ്ടെന്നുള്ള ബോധ്യതയോടെ ആയിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കുമാറാകണം. പാസ്റ്റർ അനി ബേബിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന ദേവദാസൻ വചന ശുശ്രൂഷയുമായി തിരുവചനവുമായി നിൽക്കുമ്പോൾ ശക്തമായി അങ്ങ് ഉപയോഗിക്കുമാറാകണം. ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുമാറാകണം. അല്പസമയം തിരുപാദപടത്തിലായിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കി തീർത്താട്ടെ. എല്ലാം മാനവും മഹത്വം അങ്ങയ്ക്ക് എല്ലാം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി കൊടുത്താട്ടെ. ഹല്ലേലൂയ.